അസ്സലാമലൈക്കും. ഇന്ന് ഉച്ചയൂണിൻ്റെ പ്രിപ്പറേഷൻ കണ്ടാലോ. ചെറുപയർ തോരന് വേണ്ടി ചെറുപയർ വേവിച്ച് മാറ്റിവെച്ചു. സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചട്ടിയിൽ നല്ല രീതിക്ക് വഴറ്റി. വഴന്നപ്പോൾ ഉണക്കമുളക് കരിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നീട് ചെറുപയർ തട്ടിക്കൊടുത്തു. അത് നല്ല രീതിക്ക് സെറ്റായതിനു ശേഷം മാത്രമാണ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നത്. ഇന്ന് ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ ആവശ്യപ്രകാരം തൈര് സാദമാണ് ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അതിനുവേണ്ടി പൊട്ടുപരിപ്പ്, ഉണക്കമുളക്, കരിവേപ്പില, ഇഞ്ചി, പച്ചമുളക് എല്ലാം കട്ട് ചെയ്തു. ആ സമയം കൊണ്ട് ചോറ് വേവാനായിട്ട് മാറ്റി വെച്ചായിരുന്നു. അതിലേക്ക് ആവശ്യമായ യോഗട്ടും നെയ്യും റെഡിയാക്കിയതിനു ശേഷം ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചു. ഒരു സ്പൂണ് നെയ്യ് അതിലേക്ക് ഒഴിച്ചു. നല്ല രീതിക്ക് ചൂടായതിനു ശേഷം കടുക് വറവിന് വേണ്ടി അരിഞ്ഞു വെച്ച എല്ലാ സാധനങ്ങളും ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് വഴറ്റി. ചോറ് വെന്തതിന് ശേഷം ആവശ്യത്തിനുള്ള യോഗട്ടും വറവ് ഇടാനായിട്ട് റെഡിയാക്കിയ സാധനങ്ങളും നമ്മൾ ചോറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് വഴറ്റി. ഇതാണ് നമ്മുടെ തൈര് സാദത്തിൻ്റെ അവസാനത്തെ ഔട്ട്ലുക്ക്. ഫ്രൂട്ടിന് വേണ്ടി നമ്മൾ ഗുവാവയാണ് കട്ട് ചെയ്ത് റെഡിയാക്കിയത്. എല്ലാം നമ്മൾ പാഴ്സൽ പാത്രങ്ങളിലേക്ക് മാറ്റി. 2 മുട്ട, തോരൻ, ഫ്രൂട്ട്സ്, തൈര് സാദം എല്ലാം റെഡിയാക്കി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അസ്സലാമലൈക്കും.